ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോൾവർക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നോക്കിയത്. നമുക്കതിൽ ഫസ്റ്റ് ടോപ്പിക്കായ സ്കെച്ചിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ആദ്യം ടൂൾസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് സ്കെച്ച് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഫയലിൽ ന്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന് ഡയറക്റ്റായിട്ട് ന്യൂ കൊടുക്കാം. പാർട്ട് അസംബ്ലി ഡ്രോയിങ് ഉണ്ടാവും. നമുക്ക് സ്കെച്ച് വരയ്ക്കേണ്ടത് എപ്പോഴും പാർട്ട് നിന്നുകൊണ്ടാണ്. അപ്പോൾ പാർട്ട് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, സോൾവർക്സ് ഓപ്പണായി. ഇനി ആദ്യമായിട്ട് നമുക്ക് സ്കെച്ച് വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ 3 പ്ലെയിൻ ഉണ്ട്. ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ് എന്ന് പറഞ്ഞ 3 പ്ലെയിൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്ലെയിന് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കെച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 പ്ലെയിന് നമ്മുടെ ഇൻ്റർഫേസിൽ വരും. അതിലേത് പ്ലെയിനിലാണോ നമുക്ക് സ്കെച്ച് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലെയിന് സെലക്ട് ചെയ്യുക. ആ പ്ലെയിന് നമുക്ക് നോർമലാവും. ഇനി അഥവാ നോർമൽ ആയില്ലെങ്കിൽ, ഫസ്റ്റ് സ്കെച്ച് എന്തായാലും നമുക്ക് നോർമലാവും, സ്ക്രീന് നമുക്ക് നോർമലാവും. ഇനി അഥവാ നോർമൽ ആയില്ലെങ്കിൽ ജസ്റ്റ് Ctrl+8 പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്തു, ഇപ്പോൾ നോർമൽ ആയിട്ടില്ല, റൊട്ടേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നോർമൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് Ctrl+8 ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതിൽ പോയിട്ട് ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, നമുക്ക് ടൂൾസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മളെ ബേസിക് സിമ്പിൾ ലൈൻ എന്ന് പറയുന്ന ടൂൾ എടുക്കുക. നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി മാനേജറിൽ കുറച്ച് ഓപ്ഷൻസ് വരും. നമുക്കൊരു എല്ലാ ടൂൾസിലും ഇതുപോലെ പ്രോപ്പർട്ടി മാനേജർ ഓപ്പൺ ആവും. അതിൽ ആ ടൂൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടി മാനേജറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ലൈൻ എടുത്തു, ഇത് നോക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ലൈൻ എടുത്തിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് കൊടുത്തു, സെക്കൻഡ് പോയിന്റ് കൊടുത്തു, ഇങ്ങനെ ലൈൻസ് വരയ്ക്കുക. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് വരച്ച് ലാസ്റ്റ് നമുക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എൻഡ് ആവും. ലൈൻ എന്നുള്ള ടൂള് എൻഡ് ആവും. എസ്കേപ്പ് ചെയ്താൽ മതി. ലാസ്റ്റ് വരച്ച് കഴിഞ്ഞതിന് ശേഷം എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ എന്നുള്ള ടൂള് എൻഡ് ആവും. ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ലൈൻ എടുക്കുക, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ലൈൻ അല്ല വേണ്ടത്, അടുത്തൊരു ആർക്കാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ടാൻജൻ്റ് ആയിട്ട് ഒരു ആർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കിയതിന് ശേഷം ഇതിൻ്റെ എൻ പോയിന്റിലോട്ട് കൊണ്ടുപോകാം. ലൈൻ എവിടെയാണ് വരച്ച് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ എൻ പോയിന്റിലോട്ട് കൊണ്ടുപോയി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആർക്ക് വരും. ഇപ്പോൾ ഇങ്ങനെ ഒരു ആർക്ക്, ഇതല്ല നമുക്ക് വേണ്ടത്, ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുപോകാം. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ടാൻജൻ്റായിട്ട് ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് വീണ്ടും ലൈനായിട്ട് മാറും. അപ്പോൾ അടുത്തും ലൈനാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ എൻ പോയിന്റിലോട്ട് കൊണ്ടുപോകാം, ആർക്ക് വരയ്ക്കാം. അടുത്ത് വീണ്ടും ലൈനാവും, വീണ്ടും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആർക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അടുത്ത് ഇപ്പോൾ ലൈന് വരച്ചു, നിർത്തി. അടുത്ത് ആ ലൈനിൻ്റെ എൻഡിൽ നിന്നാണ് അടുത്ത ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ എൻഡിൽ നിന്നല്ല, അടുത്ത് എനിക്ക് പുതിയൊരു ലൈന് വരയ്ക്കണം. ഈ സ്കെച്ച് ഈ ഒരു പേജിൽ തന്നെ നമുക്ക് പുതിയൊരു ലൈന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലൈൻസ് വരയ്ക്കാം. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യാം, അടുത്ത ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ലൈൻസ് വരയ്ക്കാം. കണ്ടിന്യൂ ആവാതെ ഒരു ലൈനിൻ്റെ എൻഡിൽ നിന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ലൈനിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് നോക്കാം. ഒന്ന് ആ സ്കെച്ചിലാണെന്ന് കിടക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈനിൽ ആ സ്കെച്ചിഡ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലൊക്കെ നമുക്ക് വരയ്ക്കാം. ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആക്കി നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇതിൽ തന്നെ ആ സ്കെച്ചിഡ് കൊടുത്താൽ തന്നെ എല്ലാ ആംഗിളിലും വരയ്ക്കാം. മാത്രമല്ല ഹൊറിസോണ്ടൽ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് ട്രാക്കിംഗ് ലൈൻസ് വരും. ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരയ്ക്കാനായിട്ട് നമുക്ക് ട്രാക്കിംഗ് ലൈൻസ് ഇതിൽ തന്നെ കിട്ടും. ഇല്ല നമുക്കിതൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഹൊറിസോണ്ടൽ ലൈന് മാത്രം വരച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഓപ്പൺ ആക്കിയതിന് ശേഷം വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈൻസ് ഞാൻ ഇപ്പോൾ താഴെ മുകളിലോട്ട് കൊണ്ടുപോയാലും ലൈന് മുകളിലോട്ട് വരുന്നില്ല, ഹൊറിസോണ്ടലായിട്ട് മാത്രമേ ലൈന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കലും ക്രിയേറ്റ് ചെയ്യാം. ആംഗിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ആംഗിളിലൂടെ നമുക്ക് ആദ്യമേ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു 45 ഡിഗ്രിയിലുള്ള ലൈൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ 45 ഇവിടെ കൊടുത്തതിന് ശേഷം വരയ്ക്കാം. എപ്പോഴും 45 ആംഗിളുള്ള ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
അടുത്തതായിട്ട് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെച്ചൊക്കെ വരച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമായിട്ടൊരു ബേസ്, നമ്മൾ ഒരു സെൻട്രൽ ലൈൻ നമ്മൾ സ്കെച്ചിലൊക്കെ തന്നെ സെൻട്രൽ ലൈൻ എന്ന് വരച്ചിട്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ലൈൻ യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ലൈൻ എടുക്കുക, വരയ്ക്കുക, സാധാരണ ലൈൻ വരയ്ക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇതൊരു ഡോട്ട് ലൈൻ, ഇതുപോലത്തെ ഒരു ഡാഷ്ഡ് ലൈൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്. ഈ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളതിനെ രണ്ടാമത് 3D ചെയ്യുമ്പോൾ ഒരു പാർട്ട് മോഡൽ ആക്കുന്ന സമയത്ത് ഈ ലൈന് അതിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല. നമ്മൾ സാധാരണ സ്കെച്ച് വരയ്ക്കുന്ന പോലത്തെ ഈ കാണുന്ന ലൈൻസ് പോലെ ഒരു എഫക്റ്റും ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ലൈന് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ 3D ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഈ റെക്റ്റാങ്കിൾ മാത്രമേ എന്താവുള്ളൂ, 3D ആവുള്ളൂ. ഈ ലൈന് ഒരു എഫക്റ്റും ഇല്ലാതെ നിൽക്കും. ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് ലൈനായിട്ട് മാത്രമേ ഈ ലൈൻ ഉണ്ടാവുള്ളൂ. നമുക്ക് ഡയമെൻഷനും കൊടുക്കാനും ബാക്കി ഒരുപാട് കാര്യം മിറർ ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. റെഫറൻസ്. ഇനിയിപ്പോൾ നമ്മൾ ലൈന് വരച്ചു, ഈ ലൈനിനെ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ജിയോമെട്രി സെൻട്രൽ ലൈനായിട്ട് മാറും. വരച്ച് കഴിഞ്ഞിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൽ കാണുന്ന ഈ കൺസ്ട്രക്ഷൻ ജിയോമെട്രി എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സെൻട്രൽ ലൈനായിട്ട് മാറും. ഇനി തിരിച്ച് പഴയതുപോലെ ആക്കാനും ഇതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ലൈനാക്കി മാറ്റാനും പറ്റും. ഇനി നമുക്ക് വരയ്ക്കുന്ന ലൈൻസ് എല്ലാം കൺസ്ട്രക്ഷൻ ലൈനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. എന്താ ഇതിൽ ഫോർ കൺസ്ട്രക്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ കൺസ്ട്രക്ഷൻ ലൈൻസ് ഇതിൽ ഈ സാധാരണ ലൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത മിഡ് പോയിന്റ് ലൈൻ. മിഡ് പോയിന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, രണ്ട് എൻഡിലോട്ടും ഈക്വൽ ലെങ്ത്തിൽ ലൈൻസ് വരയ്ക്കാം. ലൈൻ എടുക്കുക, മിഡ് പോയിന്റ് ലൈൻ എടുക്കുക, സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ഈക്വലായിട്ട് നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ലൈനായി. അത് കഴിഞ്ഞിട്ട് സർക്കിൾ രണ്ട് ടൈപ്പ് സർക്കിളുണ്ട്. സാധാരണ വരയ്ക്കുന്ന പോലെ സെൻറ്റർ റേഡിയസ് എന്ന് പറയുന്ന ടൈപ്പ്. ആദ്യം സെൻറ്റർ പോയിന്റ് കൊടുക്കുക, പിന്നെ റേഡിയസ് കൊടുക്കുക. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾ സ്കെച്ച് വരയ്ക്കുമ്പോൾ ഒരിക്കലും അളവ് കൊടുത്ത് വരയ്ക്കരുത്. നമുക്കിപ്പോൾ എത്ര റേഡിയസിൻ്റെ സർക്കിളാണെങ്കിലും ആദ്യം ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് വേണം ഡയമെൻഷൻ കൊടുത്തതിന് സർക്കിൾ നമുക്ക് ആവശ്യമുള്ള അളവിലോട്ട് എത്തിക്കാൻ. ആദ്യമേ റേഡിയസ് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ടൈപ്പ് പെരിമീറ്റർ സർക്കിൾ, 1, 2, 3 ഇങ്ങനെ 3 പോയിന്റ് വെച്ചിട്ട് ചെയ്യുന്ന സർക്കിളാണ് പെരിമീറ്റർ സർക്കിൾ. നമുക്കൊരു ഈ ഒരു 3 എൻ പോയിന്റ് കാണുന്നില്ല, ഈ എൻ പോയിന്റിന് ഇടയ്ക്കൊരു സർക്കിൾ വേണം എന്നുണ്ടെങ്കിൽ റേഡിയസ് ഒന്നും കൊടുക്കണ്ട, ഇത് 3 പോയിന്റിലും ടച്ച് ചെയ്യണം. 1, 2, 3 ഈ 3 പോയിന്റിലും ടച്ച് ചെയ്തൊരു സർക്കിൾ വേണം എന്നുണ്ടെങ്കിൽ 3 പോയിന്റ് സർക്കിൾ എടുക്കുക. 1, 2, 1, 2, 3 ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, 3 പോയിന്റിലും ടച്ച് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ആർക്ക്, സെൻറ്റർ പോയിന്റ് ആർക്ക്, സെൻറ്റർ പോയിന്റ് കൊടുക്കുക, പിന്നെ ഒരു എൻ പോയിന്റ്, മറ്റേ എൻ പോയിന്റ്. അപ്പോൾ മുകളിലാണ് വരച്ചത്, താഴോട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. സെൻറ്റർ പോയിന്റ് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലാണോ താഴെ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോയാൽ മതി. മൗസ് തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ താഴെ വരും. താഴെ മുകളിലോ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ വരയ്ക്കാം. ഓക്കെ. രണ്ടാമത്തെ ടാൻജൻ്റ് ആർക്ക്. ടാൻജൻ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച് നിർത്തിയിരിക്കുന്ന ഒരു ലൈൻ, ഈ ലൈനിൻ്റെ എൻഡിലാണ് നമുക്ക് അടുത്തൊരു ആർക്ക് വേണ്ടതെങ്കിൽ ടാൻജൻ്റ് ആർക്ക് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അടുത്ത ആർക്കാണ് ഇതിൻ്റെ എൻഡിൽ ടാൻജൻ്റ് ആയിട്ടൊരു ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിൻ്റെ എൻഡിൽ ക്ലിക്ക് ചെയ്യുക, ടാൻജൻ്റ് ആയിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. അത് 3 പോയിന്റ് ആർക്ക്, 1, 2, 3 3 ടൈപ്പ് ആർക്കാണ് നമുക്കിതിലുള്ളത്. ഓക്കെ. അടുത്ത റെക്റ്റാങ്കിൾ.
അത് ഫസ്റ്റ് കോർണർ റെക്റ്റാങ്കിൾ ആണ്. കോർണർ റെക്റ്റാങ്കിൾ 2 ഡയഗണൽ പോയിന്റ്സ് വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ. ഇതിലൊന്നിലും നമ്മൾ ഡയമെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതാണ് നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. രണ്ടാമത് സെൻറ്റർ റെക്റ്റാങ്കിൾ. സെൻറ്റർ പോയിന്റ് കൊടുക്കുക, പിന്നെ ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ. നമ്മൾ സിമ്മട്രിക് ആയിരിക്കും എപ്പോഴും. നമ്മൾ സൈസ് മാറ്റുകയാണെങ്കിലൊക്കെ എപ്പോഴും അത് സിമ്മട്രിക് ആയിരിക്കും, രണ്ട് സൈഡിലോട്ട് ഈക്വൽ ആയിരിക്കും. ത്രീ പോയിന്റ് കോർണർ റെക്റ്റാങ്കിൾ. ആദ്യം പറഞ്ഞ രണ്ട് റെക്റ്റാങ്കിളിൽ നമുക്ക് റെക്റ്റാങ്കിൾ ചരിച്ചൊന്നും വരയ്ക്കാൻ പറ്റില്ല. ചരിച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് 3 പോയിന്റ് കോർണർ റെക്റ്റാങ്കിൾ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. 3 പോയിന്റ് കോർണർ റെക്റ്റാങ്കിൾ. അതുപോലെ തന്നെ 3 പോയിന്റ് സെൻറ്റർ റെക്റ്റാങ്കിൾ. ഫസ്റ്റ് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഒരു സൈഡിലെ പോയിന്റ്, പിന്നെ ഒരു കോർണർ പോയിന്റ്. അടുത്ത പാരലലോഗ്രാം. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഇട്ടുള്ള ആംഗിളിൽ ചരിച്ച് പാരലലോഗ്രാം ആയിട്ട് വരാം. ഓക്കെ, അത് കഴിഞ്ഞു അടുത്ത സ്ലോട്ട്. ഡയറക്റ്റ് സ്ലോട്ട് നമുക്ക് ലൈൻ വെച്ച് വേണമെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ലോട്ട് എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് വരയ്ക്കാം. ഫസ്റ്റ് സ്ട്രെയിറ്റ് സ്ലോട്ടാണ്. ഫസ്റ്റ് ഒരു പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, അത് കഴിഞ്ഞിട്ട് ചെറിയ ആർക്കിൻ്റെ റേഡിയസ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തത് സെൻറ്റർ പോയിന്റ് സ്ട്രെയിറ്റ് സ്ലോട്ട്. നേരത്തെ നമ്മൾ 2 എൻഡ് പോയിന്റ് ആണ് ക്ലിക്ക് ചെയ്തത്. ഇനി സെൻറ്റർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സെൻറ്റർ പോയിന്റ്, പിന്നെ ഒരു സൈഡിലെ പോയിന്റ്, പിന്നെ റേഡിയസ്. മൂന്നാമത്തത് 3 പോയിന്റ് ആർക്ക് സ്ലോട്ട്. നമ്മൾ 3 പോയിന്റ് ആർക്ക് വരയ്ക്കുന്ന പോലെ ഒരു ആർക്ക് ആദ്യം വരയ്ക്കുക. വരച്ചതിന് ശേഷം റേഡിയസ് കൊടുക്കുക. ഇത് സെൻറ്റർ പോയിന്റ് ആർക്ക് സ്ലോട്ട്. സെൻറ്റർ പോയിന്റ് ആർക്ക് വരയ്ക്കുന്നത് പോലെ ഒരു ആർക്ക് ആദ്യം വരയ്ക്കുക. മുകളിലോട്ടോ താഴോട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. മുകളിൽ മതി, മുകളിൽ കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പോളിഗൺ എടുക്കുക. സെൻറ്റർ പോയിന്റ്. ഓക്കെ, ഇതിൻ്റെ സൈഡ് നമുക്ക് ആദ്യമേ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 6 ഓൾറെഡി കിടന്നതുകൊണ്ടാണ് സൈഡ് കൊടുക്കണം. എത്ര സൈഡ് വേണമെന്നുള്ള കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോളിഗൺ എടുത്തതിന് ശേഷം ഇവിടെ സൈഡിൻ്റെ എണ്ണം കൊടുക്കുക. ഇതിലിപ്പോൾ 6 കിടക്കുകയാണ്. 5 മതിയെങ്കിൽ 5 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരയ്ക്കുക. പോളിഗൺ. പിന്നെ സ്പ്ലൈൻ. നമുക്ക് സർഫസ് മോഡലിങ്ങിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്പ്ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്പ്ലൈൻ എടുക്കുക. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്. പോയിന്റ് ക്ലിക്ക് ചെയ്ത് വരയ്ക്കാം. വരച്ച് കഴിഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലൈന് ക്രിയേറ്റ് ആവും. നമുക്ക് ഇതിൻ്റെ ഈ പോയിന്റിനെ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലോട്ട് ഇതിനെ മാറ്റാം. പോയിന്റ് മാത്രമല്ല, പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ആരോ നമുക്കിവിടെ കിട്ടും. ഈ ആരോയിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. ഓക്കെ, സ്പ്ലൈൻ. അടുത്ത് സ്റ്റൈൽ സ്പ്ലൈൻ. ഇതിൽ ലൈൻ ആയിരിക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു, രണ്ടാമത്തെ ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ നിന്ന് ടാൻജൻ്റായിട്ട് ആർക്ക് ഇങ്ങോട്ട് വരും. പിന്നെ ആർക്ക് ഇങ്ങനെയുള്ള ലൈൻസ്, കർവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പ്ലൈനാണ് സ്റ്റൈൽ സ്പ്ലൈൻ. പിന്നെ ഒന്ന് ഇക്വേഷൻ ഡ്രിവൺ കർവ്. അത് നമുക്ക് ഈ കർവിനുള്ള ഇക്വേഷൻസ് അറിയാമെങ്കിൽ ആ ഇക്വേഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ട് കർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത എലിപ്സ്.
എലിപ്സ് ഇവിടെ നിന്ന് എടുക്കുക, സെൻറ്റർ പോയിന്റ്, പിന്നെ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ് അല്ലെങ്കിൽ മേജർ ആക്സിസോ മൈനർ ആക്സിസോ എങ്ങനെ വേണോ വരാം. ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സെൻറ്റർ പോയിന്റ്, ഇതുപോലെ എലിപ്സ് വരയ്ക്കും. ഇതിനെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യും. പിന്നെ പാർഷ്യൽ എലിപ്സ്, അതിൽ എലിപ്റ്റിക്കൽ ആർക്ക് എന്ന് പറയാം. എലിപ്സിൻ്റെ ഒരു ആർക്ക്, എലിപ്സ് കൊണ്ടുള്ള ഒരു ആർക്ക്. ഇപ്പോൾ എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ എലിപ്സ് വരയ്ക്കുന്ന പോലെ തന്നെ എലിപ്സ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്റ്റാർട്ടും എൻഡും എത്ര വേണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. എലിപ്സ് വരയ്ക്കുന്നത് പോലെ തന്നെ സെൻറ്റർ പോയിന്റ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടും എൻഡും കാണിച്ചു കൊടുക്കുക. നമുക്ക് ലൈൻ വരച്ച് ട്രിമ്മൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും ഇങ്ങനെ ഒരു ടൂളുണ്ട്, നമുക്ക് ആവശ്യമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ പാരാബോള ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പാരാബോള ഒരു പോയിന്റ് കൊടുത്തു, രണ്ടാമത്തെ പോയിന്റ്, പിന്നെ സ്റ്റാർട്ടും എൻഡും. അതുപോലെ കോണിക്, ഒരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ഒരു പോയിന്റ്, പിന്നെ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഇത്രയും നമ്മൾ വരയ്ക്കുന്ന ടൂൾസാണ്. അതൊന്ന് ഇനിയുണ്ട്. പോയിന്റ്, നമുക്ക് പോയിന്റ് കൊടുക്കണമെന്നുള്ള പോയിന്റ് കൊടുക്കാം. ജസ്റ്റ് പോയിന്റ്, നമുക്കത് സർഫസ് മോഡലിങ്ങിനൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ഈ പോയിന്റ് കൊടുക്കേണ്ട ആവശ്യം വന്നേക്കാം. പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. മെഷർമെൻ്റ് ഒക്കെ നമുക്ക് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് ടെക്സ്റ്റ് എന്താണോ കൊടുക്കേണ്ടത് ടെക്സ്റ്റ് എടുക്കുക. എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് 3D ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, ബോൾഡ്, ഇറ്റാലിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിനി പ്രത്യേകിച്ച് ഫോണ്ടും കാര്യങ്ങളും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ഡോക്യുമെൻറ്റ് ഫോണ്ട് എന്നുള്ളത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഫോണ്ട് എടുക്കുക. ഇതിൽ നമുക്ക് പല ടൈപ്പിലുള്ള ഫോണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിലേതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വന്നെന്ന് വരില്ല. ചില സ്ഥലങ്ങളിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ഏതെങ്കിലും നല്ല, വേറെ വലിയ കുഴപ്പമില്ലാത്ത ഏതെങ്കിലും ഫോണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചില ഫോണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്തൊക്കെ വരാം. ഇനി ഇത് നമുക്കൊരു കർവിൻ്റെ പുറത്താണ് ആർക്കിൻ്റെ പുറത്താണ് ടെക്സ്റ്റ് വേണ്ടതെങ്കിൽ ആദ്യം ഒരു ആർക്ക് വരയ്ക്കുക. 3 പോയിന്റ് എടുക്കാം. ആർക്ക് വരച്ചു. ഈ ആർക്ക് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രൂഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല. ഇതൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കർവ് വരച്ചത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ ലൈൻ ആക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺസ്ട്രക്ഷൻ ജോമെട്രി ആക്കുക. അതിന് ടെക്സ്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് ടൈപ്പ് ചെയ്യുക. കർവ് ഇത് സെലക്ട് ചെയ്ത് ഈ കർവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കർവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്കും ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് ആക്കാം. ഇറ്റാലിക്സ് സെലക്ട് ചെയ്തിട്ട് വേണം ആക്കാൻ. ഇറ്റാലിക്സ്, പിന്നെ ഇതിൻ്റെ പൊസിഷൻ സെൻറ്റർ ആണോ ഏത് എൻഡിൽ വേണോ എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാം. ഈ ആർക്കിൻ്റെ മുകളിലാണെങ്കിൽ ഇപ്പോൾ മുകളിലാണുള്ളത്, താഴെയാണ് വേണ്ടതെങ്കിൽ താഴെ ആക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ അങ്ങനെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ അങ്ങനെ. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അതിന് ടിക്ക് കൊടുക്കുക. ഈ ടെക്സ്റ്റിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഓക്കെ.
ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്കെച്ചിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത് ഇത് രണ്ടും കൂടി നോക്കാം നമുക്ക്. സ്കെച്ച് ഫില്ലറ്റും സ്കെച്ച് ഷാംഫറും. സ്കെച്ച് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും, ഓട്ടോക്കാഡൊക്കെ പലരും യൂസ് ചെയ്യുന്നതാണ്. ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്ക് ഒരു കർവ്ഡ് കോർണർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. സ്കെച്ച് ഫില്ലറ്റ് എടുക്കുക. എൻറ്റിറ്റീസ് ടു ഫില്ലറ്റ് എന്ന് പറയുന്നത്, എൻറ്റിറ്റീസ് ആണ് ഇതിൽ സ്കെച്ചിൽ വരയ്ക്കുന്ന ഓരോ കാര്യങ്ങളും എൻറ്റിറ്റീസ് എന്നാണ് ഇതിൽ പറയുന്നത്. ലൈൻ ഒരു എൻറ്റിറ്റീസ് ആണ്. റെക്റ്റാങ്കിൾ, ആർക്ക്, ഇതെല്ലാം ഓരോരോ എൻറ്റിറ്റീസ് ആണ്. ഇപ്പോൾ എൻറ്റിറ്റീസ് ടു ഫില്ലറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ രണ്ട് ലൈൻസ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫില്ലറ്റ് എടുത്തിട്ട് ഈ പോയിന്റ് ഈ രണ്ട് ലൈൻസ് ഒന്ന് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കോർണർ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻറ്റിറ്റീസ് ടു ഫില്ലറ്റിൽ കോർണർ ഇതുപോലെ സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഫില്ലറ്റിൻ്റെ റേഡിയസിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഇപ്പം നേരത്തെ കിടന്നത് 10 ആണ്, ഞാൻ 5 ആക്കി. 5 ഇതുപോലെ ചെയ്യാൻ പറ്റും. ഫില്ലറ്റിൽ വേറൊന്നുമില്ല. അടുത്ത് ഷാംഫർ എടുക്കുക. ഷാംഫർ എന്ന് പറഞ്ഞാൽ ഈ കോർണറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ലൈനാക്കി മാറ്റി, കോർണറിനെ ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റുന്ന ഒരു ടൂളാണ് ഷാംഫർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ആംഗിൾ ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. അതിലിപ്പോൾ കിടക്കുന്നത് ഡിസ്റ്റൻസ്, അതായത് രണ്ട് സൈഡിലും എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളത്, അതായത് ഈ കോർണറിൽ നിന്ന് ഈ ഷാംഫർ തുടങ്ങുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടത്തുള്ള ഡിസ്റ്റൻസ് എത്ര. രണ്ടും ഈക്വലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈക്വൽ വേണ്ട, രണ്ടളവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടിക്ക് ഓഫ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം ഈക്വലായിട്ട് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ 10, ഇതുവരെയും 10. നമുക്ക് രണ്ടും വേറെ വേറെ വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ടിക്ക് ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒരെണ്ണത്തിൽ ഞാൻ 5 കൊടുത്തു. എനിക്ക് എന്നിട്ട് ഈ സൈഡിൽ 5 വേണം, ഇവിടെ 10 വേണം. ഇനി നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ആംഗിൾ, അതായത് ഈ ലൈൻ ചരിഞ്ഞില്ലായിരിക്കും, ഇതിനൊരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ കൊടുത്ത് ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ആംഗിൾ ഡിസ്റ്റൻസ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഒരു ഡിസ്റ്റൻസ് എന്തായാലും കൊടുക്കണം, ഡിസ്റ്റൻസ് കൊടുക്കുക. ഇവിടെ ആംഗിളും കൊടുക്കുക. ഇപ്പോൾ 45 ആണ് കിടക്കുന്നത്, ഞാൻ മാറ്റി 30 ആക്കി. എന്നിട്ട് കോർണർ ക്ലിക്ക് ചെയ്യും. ഇതുപോലെ ഷാംഫറും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കെച്ചിലെ ടൂൾസ് നോക്കി. ബാക്കി ഇതിനെ ഇന്ന് മോഡിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.